ജീവിതത്തിൽ ഒരാൾക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാം. ഏതൊക്കെയോ ഹോട്ടലുകളിലോ കൊട്ടാരങ്ങളിലോ വരെ നമുക്ക് താമസിക്കാം. പുതിയ കൂട്ടുകാരും അവരൊരുക്കി തരുന്ന സുഖ സൗകര്യങ്ങളും മുഴുവൻ അനുഭവിക്കാം. പക്ഷേ എല്ലാം താൽക്കാലികമാണ്. എല്ലാം കഴിഞ്ഞ് അവസാനം തിരിച്ചെത്താനുള്ള ഇടം അവനവന്റെ വീട് തന്നെയാണ്. എവിടെയാണോ ഭവനം അവിടെയായിരിക്കണം ഹൃദയം. എവിടെയാണോ ഹൃദയം അവിടെയായിരിക്കണം ഭവനം. ഈ നിധി തേടിപ്പോയ ഒരാളുടെ പഴയ കഥയില്ലേ, അയാൾ സ്വപ്നത്തിൽ കണ്ടതാണ് അങ്ങ് ദൂരെ ദൂരെ എവിടെയോ നിധിയിരിക്കുന്ന ഒരു സ്ഥലം. അതേ സ്വപ്നം വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങിയപ്പോൾ അയാൾ വീട്ടിൽ പോലും പറയാതെ അർദ്ധരാത്രി ഇറങ്ങി നടന്നു. സ്വപ്നത്തിൽ കണ്ട അതേ പുഴയും കാടും തോടും ഒക്കെ കടന്ന് അയാൾ പർവ്വതത്തിന്റെ മുകളിലെത്തി. സ്വപ്നത്തിൽ കണ്ട അതേ ഗുരു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു മരച്ചുവട്ടില്. നിധി തേടി വന്ന അയാളോട് ഗുരു പറഞ്ഞു, നിന്റെ നിധി ഇരിക്കുന്നത് ഇന്ന പട്ടണത്തിനടുത്തുള്ള ഇന്ന ഗ്രാമത്തിലെ ഇന്ന വീട്ടിലാണ്. അവിടെയാണ് നിനക്കുള്ള നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അയാൾ അന്തം വിട്ടുപോയി. ഗുരു പറഞ്ഞത് അയാളുടെ സ്വന്തം പട്ടണമായിരുന്നു. ഗുരു പറഞ്ഞത് അയാളുടെ സ്വന്തം ഗ്രാമമായിരുന്നു. ഗുരു പറഞ്ഞത് അയാളുടെ സ്വന്തം ഭവനമായിരുന്നു. സ്വന്തം വീട്ടിൽ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയുന്നവർ മാത്രമാണ് യഥാർത്ഥ ജീവിതത്തെ അറിയുന്നത് എന്ന്